നമ്മുടെ നാട്ടിൽ ഈ കേരളത്തിൻ്റെ മണ്ണിൽ മഹാമാഘ മഹോത്സവം വന്നിട്ട് അതിൻ്റെ പങ്കാവണ്ടേന്നൊരു തോന്നൽ, അതും 271 വർഷത്തിന് ശേഷം നേരെ വിട്ടു തിരുനാവായിക്ക്. അവിടെ എൻ്റെ സുഹൃത്ത് സുജിയെയും സുജിയുടെ ഫാമിലിയെയും കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ തിരുനാവായ അമ്പലത്തിൽ പോയി നമ്മുടെ നാവാമുകുന്ദൻ്റെ ദർശനത്തിനായിട്ട്. അവിടെ നല്ല തിരക്കാണ് കേട്ടോ. ഒരു ഉത്സവം തന്നെ അരങ്ങേറിക്കൊണ്ടിരിക്കുക ആ തിരുമുറ്റത്ത്. ദർശനത്തിന് ശേഷം ഞങ്ങൾ താൽക്കാലികമായി നിർമ്മിച്ച പാലം കടന്ന് തവനൂർ ഭാഗത്തേക്ക് നീങ്ങി. അവിടെയാണ് കേട്ടോ നിള സ്നാനവും നിള ആരതിയും ഒക്കെ നടക്കുന്നത്. ഞങ്ങളുടെ പ്രധാന പരിപാടികൾ ത്രിമൂർത്തി ദർശനം, നിള സ്നാനവും നിള ആരതിയിൽ പങ്കെടുക്കുക എന്നുള്ളതുമായിരുന്നു കേട്ടോ. എൻ്റെ എൻജിനീയറിംഗ് സ്റ്റുഡൻറ്റ് പ്രോജക്റ്റ് ഭാരതപ്പുഴയിലായിരുന്നു ചെയ്തിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ നിളയിൽ ഇറങ്ങിയപ്പോൾ കിട്ടിയ ഒരു അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. ഈ ത്രിമൂർത്തി സംഗമത്തിൽ ഭാരതത്തിൻ്റെ സപ്തനദികളുടെയും സാന്നിധ്യത്തോടുകൂടി പവിത്ര നിള ഒരു വശത്ത് ഒഴുകുമ്പോൾ ഈ തീരത്തേക്ക് ഭക്തരുടെ ഒഴുക്ക് ഒരു ജനസാഗരം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു കേട്ടോ. ഈ കരയിലാണ് കേട്ടോ ശിവന്റെയും ബ്രഹ്മാവിൻ്റെയും അമ്പലങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. നിള സ്നാനത്തിന് ശേഷം ഞങ്ങൾ ശിവക്ഷേത്രത്തിലും ബ്രഹ്മക്ഷേത്രത്തിലും ദർശനം നടത്തി. ദർശനത്തിന് ശേഷം അവിടുത്തെ അന്നദാനത്തിലും പങ്കുചേർന്നു കേട്ടോ. അതിനുശേഷം നിള ആരതി കാണാൻ വേണ്ടി എല്ലാവരും ഭാരതപ്പുഴയുടെ തീരത്ത് ഒരുങ്ങിയിരുന്നു. ഒരു 6:45 ആയതോടുകൂടി നിള ആരതിയുടെ പരിപാടികളെല്ലാം ആരംഭിച്ചു. മഹാമാഘ മഹോത്സവം എന്തായാലും ഒരു വൻ വിജയം തന്നെയായിരുന്നു. അതിൻ്റെ പുറകിലുള്ള എല്ലാ ഓർഗനൈസേഴ്സിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഒപ്പം ഇത്രയും ദിവസം ഒരു കാഷ്വാലിറ്റി പോലും ഇല്ലാതെ ഈ പരിപാടി ഗംഭീരമായി കണ്ടക്ട് ചെയ്ത ഓരോ വോളണ്ടിയേഴ്സിനോടും പ്രത്യേകം അഭിനന്ദനങ്ങൾ. അങ്ങനെ ഞങ്ങൾ നിള ആരതിയും തൊഴുതു, അതിൽ പങ്കെടുത്തു. ഒരു 8 മണിയോടുകൂടി എല്ലാ പരിപാടികളും സമാപിച്ചു. അപ്പോൾ മറ്റൊരു മഹാമാഘ ഉത്സവത്തിനായി നമുക്ക് കാത്തിരിക്കാം.